നമ്മുടെ ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് കുമരകം ബേർഡ് സാങ്ച്വറിയാണ്. കവണാറ്റിൻകര എന്നൊരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 100 രൂപയാണ് കേട്ടോ ഒരാൾക്കുള്ള എൻട്രി ഫീസ്. പിന്നെ പാർക്കിങ്ങിനൊക്കെ ആണെങ്കിൽ വണ്ടി അനുസരിച്ച് അവർ ഇത്ര ഫീസ് മേടിക്കുന്നതാണ്. 1847 ആൽഫ്രഡ് ജോർജ് ബേക്കർ എന്ന് പറഞ്ഞൊരു സായിപ്പാണ് ഒരു റബ്ബർ തോട്ടത്തിൽ ഈ പക്ഷിസങ്കേതം സ്ഥാപിച്ചത്. രാവിലെ 6:30 ആകുമ്പോൾ നമ്മുടെ ബേർഡ് സാങ്ച്വറി ഓപ്പൺ ആകും കേട്ടോ. വൈകിട്ട് 4:30 വരെ ഉണ്ട്. ആഴ്ചയിൽ എല്ലാ ദിവസവും ഓപ്പൺ ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ കാടിൻ്റെ അകത്തൂടെ ഒരു ട്രക്കിംഗ് എന്നുള്ള രീതിയിലൊക്കെ ഫാമിലി ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ പക്ഷികളെ കാണണം എന്നുള്ള ആഗ്രഹമൊക്കെ ആയിട്ട് വന്നാൽ തീർച്ചയായും നിരാശപ്പെടേണ്ടി വരും. കുറച്ച് നടന്നു പോകുമ്പോഴത്തേക്കും എന്താ ഇതുപോലെ വള്ളക്കാരന്മാരെയൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. 500 രൂപയാണ് ഇതിലൊക്കെ പോകുന്നതിന് ചാർജ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ കൂടെ ഒക്കെ റൈഡ് ചെയ്ത് എൻജോയ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ചേട്ടൻ്റെ നമ്പർ തന്നെ അതിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഈ A.G. ബേക്കർ എന്ന് പറഞ്ഞൊരു സായിപ്പ് കൃഷി തുടങ്ങാനായിട്ടാണ് ഈ കുമരകം കണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും ഒരു 500 ഏക്കർ ലാൻഡ് അന്നത്തെ രാജാവായിരുന്ന തിരുവിതാംകൂർ സ്വാതി തിരുനാൾ രാജാവിനോട് 1840 ആവശ്യപ്പെടുകയും അത് പക്ഷേ ഏകദേശം 1847 ആയപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഭൂമി അനുവദിച്ച് കിട്ടുന്നത്. ഈ 500 ഏക്കർ ലാൻഡ് പക്ഷേ കൃഷിക്ക് യോജ്യമായ ഒരു സ്ഥലമായിരുന്നില്ല. 100ഓളം പണിക്കാരെയൊക്കെ വെച്ച് കായലിലെ മണ്ണ് ഉപയോഗിച്ച് അത് പൊക്കിയെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. 150 ഏക്കർ അദ്ദേഹം പൊക്കിയെടുത്തിട്ട് അവിടെ തെങ്ങ് വെക്കുകയാണ് ചെയ്തത്. ഒരു 14 ഏക്കർ ഭൂമി മാറ്റി വെക്കുകയും ബാക്കിയുള്ള ലാൻഡിൽ ബണ്ട് പിടിച്ചിട്ട് നെൽകൃഷിയാണ് ചെയ്തത്. അന്ന് A.G. ബേക്കർ മാറ്റിവെച്ച 14 ഏക്കർ ഭൂമിയിലാണ് പ്രകൃതി സ്നേഹി കൂടിയായ അദ്ദേഹം ബേർഡ് സാങ്ച്വറി നിർമ്മിച്ചത്. രണ്ടാമത് ഷിക്കാര ബോട്ടിംഗ് ആണ്. മണിക്കൂറിന് 800 രൂപയാണ് ശരാശരി ചാർജ്. രാവിലെയോ ഉച്ചയ്ക്ക് ശേഷമോ കയറുന്നതാണ് ഏറ്റവും നല്ലത്. ഇതാണ് കേട്ടോ നമ്മുടെ ഷിക്കാര ബോട്ടിൻ്റെ ഡ്രൈവർ, സുരേഷ് എന്നാണ് പുള്ളിയുടെ പേര്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ ഈ ഷിക്കാര ബോട്ടിങ് എനിക്ക് കിട്ടിയത്. ഈ ചേട്ടൻ്റെ നമ്പർ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്കിനി ആവശ്യമുള്ളത് ഹൗസ് ബോട്ടാണെങ്കിലും സ്പീഡ് ബോട്ടാണെങ്കിലും ഷിക്കാര ബോട്ടാണെങ്കിലും ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. മൂന്നാമതായിട്ട് ഹൗസ് ബോട്ടുകളാണ്. കുമരകത്ത് വന്നാൽ പിന്നെ ഹൗസ് ബോട്ടുകളെ പറ്റി ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഹൗസ് ബോട്ട്സിനെ 2 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഡിലക്സ് കാറ്റഗറിയും പിന്നെ പ്രീമിയം കാറ്റഗറിയും. ഈ പ്രീമിയം കാറ്റഗറി ഹൗസ് ബോട്ടുകൾക്ക് റേറ്റ് കൂടുതലായിരിക്കും, അതിൻ്റെ ക്വാളിറ്റിയും കൂടുതലാണ്. ഇതിനകത്ത് AC ഫുൾ ടൈം ഓൺ ആയിരിക്കും സ്റ്റേ ഒക്കെ ഉണ്ടെങ്കിൽ. ബഡ്ജറ്റ് ട്രിപ്പൊക്കെ ആണെങ്കിൽ തീർച്ചയായും ഡിലക്സ് കാറ്റഗറി ചൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. 2 പാക്കേജാണ് ഇതിനൊക്കെ വരുന്നത്. ഡേ പാക്കേജും ഉണ്ട്, ഓവർനൈറ്റ് സ്റ്റേ പാക്കേജും ഉണ്ട്. ഹൗസ് ബോട്ടുകൾക്കൊരു ഫിക്സഡ് റേറ്റ് ഇല്ല എന്നുള്ള ഒരു വാസ്തവമാണ്. അതിൻ്റെ സീസണും അവൈലബിലിറ്റിയൊക്കെ അനുസരിച്ച് അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അടുത്തത് വേമ്പനാട് കായലാണ്. വേമ്പനാട് കായലിലൂടെ ഒരു ബോട്ട് യാത്ര എന്തുകൊണ്ടും ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഈ കായലിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കും. ഹൗസ് ബോട്ടിലും ഷിക്കാര ബോട്ടിലും സ്പീഡ് ബോട്ടിലും വള്ളത്തിലുമൊക്കെ ബഡ്ജറ്റിനനുസരിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. 34 കായലുകളുള്ള കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലും വേമ്പനാട് കായൽ തന്നെ. ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലായി ഇത് വ്യാപിച്ചു കിടക്കുന്നു. കൊച്ചി കായൽ, പുന്നമട കായൽ എന്നീ പേരുകളിലും വേമ്പനാട് കായൽ അറിയപ്പെടുന്നു. നമ്മുടെ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് കുമരകം ബേ ഐലൻഡ് ഡ്രിഫ്റ്റ് വുഡ് മ്യൂസിയം ആണ്. കുമരകം ബേർഡ് സാങ്ച്വറിയിൽ നിന്ന് 1 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. 100 രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീസ്. ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു ഡ്രിഫ്റ്റ് വുഡ് മ്യൂസിയം ആണിത്. ശ്രീമതി രാജി പുന്നൂസാണ് ഡ്രിഫ്റ്റ് വുഡിനെ കണ്ടെടുത്ത് ഇതിനെ പരിപാലിച്ച് ലോകത്തിന് മുന്നിലേക്ക് എത്തിച്ചത്. ആൻഡമാൻ കടൽത്തീരത്ത് നിന്നാണ് കേട്ടോ ഇതൊക്കെ ഇവർക്ക് ലഭിച്ചത്. അതായത് ഈ കോടാനുകോടി വർഷങ്ങളൊക്കെ മണ്ണിനടിയിൽ കിടന്ന് രൂപാന്തരപ്പെട്ടവയാണ് ഇതൊക്കെ. അതൊക്കെ ഇവർ എടുത്തിട്ട് ചെറിയ മിനുക്കുപണികളൊക്കെ നടത്തി ഒരു രൂപത്തിലേക്കാക്കി എടുത്തതാണ് ഇതെല്ലാം. നമ്മുടെ അടുത്ത സ്ഥലമാണ് കുമരകം ക്രാഫ്റ്റ് മ്യൂസിയം. കുമരകം ബേർഡ് സാങ്ച്വറിയിൽ നിന്ന് 1 മിനിറ്റ് സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഇവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കും. 80 രൂപയാണ് കേട്ടോ ഒരാൾക്കുള്ള എൻട്രി ഫീസ്. 2000-ലേറെ ആൻറ്റീക്ക് ഐറ്റംസ് ആണ് ഈ മ്യൂസിയത്തിലുള്ളത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എംബ്ലം അടക്കം ഒട്ടനവധി പ്രേഷ്യസ് ആയിട്ടുള്ള ആൻറ്റീക്ക് ഐറ്റംസ് ഈ മ്യൂസിയത്തിലുണ്ട്. സോ തീർച്ചയായിട്ടും ഈ മ്യൂസിയം മിസ്സാക്കി കളയരുത്. അടുത്ത സ്ഥലം എന്ന് പറയുന്നത് താഴത്തങ്ങാടി ജുമാ മസ്ജിദാണ്. 1000-ന് മേലെ പഴക്കം ചെന്ന അതിപുരാതനമായിട്ടുള്ള ഇസ്ലാമിക ആരാധനാലയമാണ് താഴത്തങ്ങാടി ജുമാ മസ്ജിദ്. കോട്ടയത്ത് നിന്നും 3 കിലോമീറ്റർ മാറി മീനച്ചിലാറിൻ്റെ തീരത്ത് നിലകൊള്ളുന്ന പ്രൗഢഗംഭീരമായ പുരാതന ദേവാലയമാണ് താഴത്തങ്ങാടി ജുമാ മസ്ജിദ്. പരമ്പരാഗത ഒരു മുസ്ലിം പള്ളിയുടെ ഒരു മുഖക്കെട്ടോ ഒന്നും ഇല്ലാതെ പരമ്പരാഗത കേരള ശൈലിയിലാണ് പൂർണ്ണമായിട്ടും ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കാനെത്തിയ മാലിക് ദിനാറിൻ്റെ മകൻ ഹബീബ് ദിനാറാണ് ഇത് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു.
നമ്മുടെ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് കോട്ടയം ചെറിയപള്ളി ചർച്ചാണ്. കോട്ടയത്ത് നിന്നും 4 മിനിറ്റ് യാത്ര ചെയ്താൽ നിങ്ങൾക്ക് കോട്ടയം ചെറിയപള്ളി ചർച്ചിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. AD 1579 ഇത് സ്ഥാപിതമായത്. കോട്ടയത്തെ മലങ്കര നസ്രാണി അഥവാ വടക്കും ഭാഗക്കാർ എന്നറിയപ്പെടുന്നവരുടെ മാതൃദേവാലയമാണിത്. നമ്മുടെ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് കോട്ടയത്തെ മലരിക്കൽ ആമ്പൽ ഫെസ്റ്റ് ആണ്. കോട്ടയത്ത് നിന്നും 8 കിലോമീറ്ററും കുമരകത്ത് നിന്നാണെങ്കിൽ 13 കിലോമീറ്റർ സഞ്ചരിച്ച മലരിക്കൽ ആമ്പൽപ്പാടത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതിരാവിലെ എത്തിയ വളരെ മനോഹരമായ ഒരു വ്യൂ നമുക്ക് ലഭിക്കും. 2 പാടശേഖരങ്ങളിലായിട്ട് 1850 ഏക്കർ വിസ്തൃതിയിൽ വിശാലമായൊരു ജലാശയത്തിൽ വിടർന്നു നിൽക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന ആമ്പൽപ്പൂക്കളാണ് ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് തണ്ണീർമുക്കം ബണ്ടാണ്. കുമരകത്ത് നിന്നും 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തണ്ണീർമുക്കം ബണ്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. വളരെ മനോഹരമായൊരു സ്ഥലമാണിത്. കോട്ടയം ജില്ലയിലെ വെച്ചൂരിനെയും ആലപ്പുഴ ജില്ലയിലെ തണ്ണീർമുക്കത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് വേമ്പനാട് കായലിൻ്റെ കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഡ് റെഗുലേറ്ററാണ് തണ്ണീർമുക്കം ബണ്ട്.